നമസ്കാരം, ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഹെൽത്ത് ടിപ്സിൽ ഇന്ന് ചർച്ച ചെയ്യാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച്. ഒരു കുഞ്ഞിന്റെ ജനനം കുടുംബത്തിൽ സന്തോഷത്തിന്റെ നിറം പകരുന്ന സന്ദർശനമാണ്. എന്നാൽ ചില അമ്മമാർക്ക് ഈ സന്തോഷത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു നീരസം, ദുഃഖം, ഒറ്റപ്പെടലുള്ള ജീവിതം കൂടി അനുഭവപ്പെടുന്നു. ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അതായത് കുഞ്ഞു പിറന്നതിന് ശേഷമുള്ള മാനസിക വിഷമത. ഇന്ന് നാം ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാൽ എന്താണ്? പ്രസവാനന്തര വിഷാദ രോഗം അഥവാ PPD. പ്രസവാനന്തര വിഷാദം എന്നറിയപ്പെടുന്ന ഇത് പ്രസവവുമായി ബന്ധപ്പെട്ട ഒരുതരം മാനസികാവസ്ഥയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയും. ഇത് ആണിനെയും പെണ്ണിനെയും ബാധിക്കും. കഠിനമായ ദുഃഖം, കുറഞ്ഞ ഊർജം, ഉത്കണ്ഠ, കരച്ചിൽ എപ്പിസോഡുകൾ, ക്ഷോഭം, ഉറക്കത്തിലോ ഭക്ഷണത്തിലോ ഉള്ള മാറ്റങ്ങൾ എന്നിവ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാം. പ്രസവം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കും ഒരു മാസത്തിനും ഇടയിലാണ് ഇതിന്റെ ആരംഭം. കുഞ്ഞു പിറന്നതിന് ശേഷമുള്ള പ്രധാനമായ മാനസികാരോഗ്യ പ്രശ്നം ബേബി ബ്ലൂസ് പോലുള്ള ലഘുവായ വിഷമതയല്ല. ഇത് ദൈർഘ്യമേറിയ ഗൗരവമേറിയ ചികിത്സ ആവശ്യമായ അവസ്ഥയാണ്. എത്ര പേരെ ബാധിക്കുന്നു? ഓരോ 7 സ്ത്രീകളിൽ ഒരാൾക്ക് ഇത് അനുഭവപ്പെടും. പ്രാഥമിക ആരോഗ്യ പരിശോധനകളിൽ നിന്ന് പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നു. കാരണം ശാരീരികവും മാനസികവും. PPDയുടെ കൃത്യമായ കാരണം വ്യക്തമല്ലെങ്കിലും കാരണം ശാരീരികവും വൈകാരികവും ജനിതകവും സാമൂഹികവുമായ ഘടകങ്ങളുടെ സംയോജനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹോർമോൺ മാറ്റങ്ങൾ, ഉറക്കക്കുറവ് തുടങ്ങിയ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഹോർമോൺ മാറ്റങ്ങൾ. പ്രസവത്തിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിൽ ഒറ്റയടിക്ക് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുടെ നില കുറയുന്നു. ഇത് മസ്തിഷ്കത്തിലെ കെമിക്കൽ ബാലൻസിനെ ബാധിക്കുന്നു. നാഡീസംബന്ധമായ മാറ്റങ്ങൾ. സെറട്ടോണിൻ, ഡോപാമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ തകരാറുകൾ. ചില പുതിയ ഗവേഷണങ്ങൾ അനുസരിച്ച് ബ്രെയിൻ ഇൻഫ്ലമേഷൻ പോലും കാരണമായേക്കാം. മാനസിക സമ്മർദ്ദങ്ങൾ. മാതൃത്വത്തിന്റെ ബാധ്യതകൾ, ഉറക്കക്കുറവ്, പങ്കാളിയുടെ പിന്തുണയുടെ അഭാവം, മുൻകാല മനോരോഗം. പ്രധാന ലക്ഷണങ്ങൾ: നിരന്തരമായ ദുഃഖം, ആത്മവിശ്വാസക്കുറവ്, കുഞ്ഞിനോട് ബന്ധം അനുഭവപ്പെടാത്തത്, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ അതിയായ ഉറക്കം, ഭീതിയും അസ്വസ്ഥതയും, ചിലപ്പോൾ ആത്മഹത്യാ ചിന്തകൾ പോലും. പരിശോധനയും രോഗനിർണയവും. ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും EPDS, എഡിൻബർഗ് പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ സ്കെയിൽ പോലുള്ള സ്കോറുകൾ ഉപയോഗിച്ച് രോഗനിർണയം നടത്തുന്നു. ചികിത്സാ മാർഗങ്ങൾ: കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് തെറാപ്പി. മരുന്നുകൾ: SSRIs പോലുള്ള ആന്റി ഡിപ്രസന്റുകൾ. മുല നൽകുന്നതിനാൽ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ സുരക്ഷിതമായി നൽകാം. ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ: പൂർണ്ണമായ വിശ്രമം, യോഗ, വാക്കിംഗ്, ആത്മനിരീക്ഷണം, കുടുംബ പിന്തുണ. പ്രതിരോധത്തിന് എന്ത് ചെയ്യണം? ഗർഭകാലം മുതൽ മനോവൈദ്യ പരിശോധന. സമൂഹത്തിൽ വെച്ച് തുറന്നു സംസാരിക്കാൻ സാധ്യത നൽകുക. മറ്റമ്മമാരുമായി ബന്ധം അഥവാ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സ്. കുഞ്ഞിനൊപ്പം ഒരു അമ്മയും സന്തോഷത്തോടെ ജീവിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മറയ്ക്കുകയല്ല, അതിജീവിക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.